എന്താ ബോധവൃക്ഷ ചോട്ടില് തപസിരിക്കുക? എന്താ ഒരു മൂഡൌട്ട്? ഓ, അച്ഛൻ വഴക്ക് പറഞ്ഞോണ്ടാണോ? അച്ഛൻ അങ്ങനെ പലതും പറയും. ഇതൊക്കെ വിഷുവിന് നിന്നെ കാര്യമായിട്ട് എടുക്കാൻ പോണേ? ഇത്ര തൊട്ടാവാടിയായി പോയല്ലോ. തൊട്ടാവാടി നിന്റെ മറ്റവൻ പോയി. എന്റെ മറ്റവനല്ലേ ഇരിക്കണേ? കൊഞ്ചാണ്ട് പോയിക്കോട്ടോ. എന്റെ വിഷുവേട്ടനോടല്ലാണ്ട് പിന്നെ ആരോടാ ഞാനൊന്ന് കൊഞ്ചുക? വിഷേട്ടാ, വിഷേട്ടാ, എന്തടി? ഒരു ജോലി പോയി, അത്രല്ലേ ഉണ്ടായുള്ളൂ. അതിനെന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ വേറൊരു ജോലി അന്വേഷിക്കാൻ അച്ഛനോട് പറയാട്ടോ. പോരെ? എനിക്ക് വേണ്ട നിന്റെ അച്ഛനുണ്ടാക്കുന്ന ജോലി. ഓ, അപ്പൊ അച്ഛനോടാണോ ദേഷ്യം? ആ പാവ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. രാജി, വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നീ എഴുന്നേറ്റ് പോ. ശരിക്കും ദേഷ്യത്തിലാ? ഇതിനെല്ലാം കാരണക്കാരൻ ആ ചാത്തുണ്ണി എന്ന് പറയുന്ന മനുഷ്യനാ. അയാൾക്കിട്ട രണ്ടെണ്ണം കൊടുക്കേണ്ടത്. അത് ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിശ്വേട്ടൻ പിന്നെ അടിപിടിക്ക് പോയി അല്ലേ? വിശ്വേട്ടൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ? നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്? ഞാൻ പോയേക്കാം വിശ്വേട്ടാ. ഇനിയും കേസും കൂട്ടൊക്കെ ഉണ്ടാക്കിയ അച്ഛൻ എന്താ നിന്റെ അച്ഛനെ മൂക്കി വലിക്കൂ? എങ്ങോട്ടെങ്കിലും പോയി തൊലയിടോ. ഞങ്ങള് കൊണ്ടുപോടോ ഈ നാശത്തിനെ. അത് കേട്ടില്ല, കൊണ്ടുപോകാൻ നടയാനോട്ട് എന്താണോ ആർക്കറിയാം. ഒരു ഗെൽച്ചണ്ടല്ലോ മടിയൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടക്കി ഊന്നാൻ, അവിടെ ഊന്നാൻ. ആഹാ, ആശ അടി വീണ്ടും തുടങ്ങിയോ? അതിനാരടാ നിർത്തിയേ? അപ്പൊ മുതലാളിയോട് പറഞ്ഞതോ? ഇവിടെ കാര്യം കാണാൻ ആനക്കാല് മാത്രമല്ല കഴുതക്കാലും പിടിക്കാൻ ഒരു പാപ്പാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായോടെ കഴുത? നേരം കൊറേയല്ലോ അപ്പു ഇത് വലിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഒരു കളി? ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ, ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ. ഇവിടെ ആശാനെ ഇതൊന്ന് പിടിപ്പിച്ചേ. എടാ ആദ്യം ഞാൻ പിടിപ്പിക്കട്ടെ, എന്നിട്ട് ആനയെ പിടിപ്പിച്ച് കളിച്ചതാ. ആന കളിക്കുക സെറ്റ് കൂടി താൻ. ഇങ്ങനെ മറിക്കടാ. ഒരു ഗെൽത്തിയാണ്ടല്ലോ നിന്റെ മർമ്മം നോക്കി കാച്ചു ഞാൻ. എന്റെ തന്തയാനെ കൊണ്ട് തടി പിടിപ്പിച്ചുള്ളവനായി ഞാൻ. പിന്നെയാണോ നീ തടി? എന്താടാ? അമ്മേ, വിഷു എവിടെ? അവൻ പോസ്റ്റ് ഓഫീസിലേക്കെന്ന് പറഞ്ഞിറങ്ങിയതാ. എന്തേ? അമ്മേ, നമ്മുടെ അപ്പു അവൻ രാമേശ്വരെ കൊന്നു. ചതിച്ചു എന്റെ ഭഗവതി.
തൃശ്ശൂർന്ന് മയക്കൊടി വെക്കാൻ ആള് വരുമ്പോഴേക്ക് അത് കുറെ പേരെ കൊല്ലും. വളരെ വയലന്റാ സാർ. Then fair. This is an order. Written order ഞാൻ അവിടെ എത്തിക്കാം. എന്റെ അപ്പുവിനെ കൊല്ലരുത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പു മോനെ, വിശ്വ, അപ്പു ഞാനാ പറയുന്നത്. നിൽക്കാൻ മുമ്പിൽ നിൽക്കാൻ. മോനെ ചതിക്കല്ലേ, ഞാനാ പറയുന്നത്. നിൽക്കാൻ.